ദിവസം പറഞ്ഞതാണ്, നമ്മൾ അങ്ങനെ ഒരു വിഭാഗത്തിനും മോശമാവുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളം ഇന്നുവരെ ഒരു പിന്നെ ഭാഷാപരമായിട്ടായാലും പിന്നെ പ്രാദേശികമായിട്ടുള്ള തീരുമാനങ്ങളായാലും നമ്മളൊരു സമയം എടുത്തിട്ടില്ല. ഒരു കോസ്മോപൊളിറ്റൻ സ്റ്റേറ്റായിട്ട് തന്നെ ആണ് കേരളം പിന്നെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആവണം നമ്മുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ തുല്യമായിട്ട് ആ സംസ്ഥാനത്തിനകത്ത് എവിടെയും ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സൗകര്യമുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഇന്നിപ്പോൾ ഒരു ടെലിവിഷനിൽ ഒരു കാര്യം കണ്ടു. നമ്മുടെ ഒരു വീട്ടമ്മ തേങ്ങ പ്രായമുള്ളവരാണ്, അവർ തേങ്ങ ഇടാനായിട്ട് കയറുന്ന ആളോട് ഹിന്ദി പറയുക. കാരണം ഹിന്ദി പറഞ്ഞാലേ പറ്റൂ, തൊഴിലാളി പുറത്തുനിന്നുള്ളതാണ്. കടയിൽ പച്ചക്കറി വിൽക്കുന്ന ആളുകളും ഹിന്ദി പറയുന്നതും മലയാളം പറയുന്നതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു വികാരം തോന്നുന്നുണ്ട്. അങ്ങനെ വികാരപരമായിട്ട് കാണുന്ന ഒരു കാര്യമില്ല. സ്റ്റേറ്റിന് എന്തായാലും അങ്ങനെ ഒരു സമീപനമില്ല. അല്ലെ, എല്ലാ വിഭാഗത്തെ ഒരേപോലെ കാണണമെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ AK ബാലൻ്റെ വിദ്വേഷ പ്രസ്താവനകൾ വരുന്നത്. അല്ല, രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അത് ലിംഗപരമായിട്ടുള്ള ഭാഷാപരമായ പ്രശ്നമാണോ? എല്ലാ വിഭാഗത്തെയും ഞങ്ങൾ ഒരേപോലെയാണ് കാണുന്നത്. RSSനെ കാണുന്നതും ഹിന്ദു വർഗീയതയെ കാണുന്നതും ഇസ്ലാം വർഗീയതയും കാണുന്നതും ഇനി ക്രിസ്ത്യൻ വർഗീയത ഉണ്ടെങ്കിൽ അതിനെ കാണുന്നത് ഒരുപോലെയാണ്. അത് ഒരുപോലെയാണ് അല്ലാതെ അത് ഒരുപോലെയാണ് കാണുന്നത്. കാരണം RSSനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുവിനെതിരെയാണ് എന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ അത് മുസ്ലിമിനെതിരാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല. ഇതേ പറഞ്ഞുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വിശദമായി പറഞ്ഞതുമാണ്. ഞാൻ പറഞ്ഞത് ഈ മതവിശ്വാസികളെല്ലാ വിഭാഗത്തിലുണ്ട്, രാഷ്ട്രീയത്തിലെല്ലാം ഉണ്ട്. മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. വളരെ ക്ലിയറാണ്. എന്താ മതവിശ്വാസവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണം, ലോകത്തിന് ഗുണം വരണമെന്നല്ലേ പറയൂ? തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇടുത്തി വീഴണമെന്നോ ആ പോകുന്ന വണ്ടി ഇടിച്ചു മറിയണമെന്നോ പറയുമോ? ഇല്ല. കാരണം എല്ലാവർക്കും നല്ലത് വരണം. ഞാൻ പറയുന്ന കേൾക്ക്. വർഗീയത എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് നല്ലത് വരണം, മറ്റൊരു മോശം വരണമെന്ന് പറയുന്നതാണല്ലോ. ഇത് സാധാരണഗതിയിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറയുന്നൊരു കാര്യം വേണ്ട, കൂടുതൽ പറയാം. അപ്പം വിശ്വാസികൾ, ഏത് വിശ്വാസിയും ഏത് മതവും ഇനി പള്ളിയിലും അമ്പലത്തിലും പോകാത്ത ആളുകളും ലോകത്തിന് നല്ലത് വരണം, ലോകത്തിനാകെ നല്ലത് വരണം എന്ന് വിശ്വസിക്കുന്ന അതാണ് വിശ്വാസം. പക്ഷേ വർഗീയത എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. എൻ്റെ മതത്തിലല്ലാത്തവനും അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തവന് ദോഷം വരണമെന്ന് പറയുന്നതാണ്. അതാ വർഗീയത. ആ വർഗീയതയെ എതിർക്കണമെന്നേ പറയുന്നുള്ളൂ. അതേത് വർഗീയതയായാലും. അതല്ലാതെ അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണെങ്കിൽ ചോദിക്കുക. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അങ്ങനൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം CPMനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എത്രയോ വിവാദങ്ങൾ പറഞ്ഞു. അവസാനം അതിനൊന്നും അടിസ്ഥാനമില്ലല്ലോ. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ വർഗീയതയെ സംബന്ധിച്ചുള്ള നിലപാട്, ഇത് EMS പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഞങ്ങളൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും, നിങ്ങളും പല സ്റ്റുഡൻസ് ആയിരിക്കും, പിന്നെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾ അത് കേട്ടിട്ടുള്ളതാണ്. അന്ന് പറഞ്ഞില്ലേ 2 കെട്ടും 4 കെട്ടും അതൊക്കെ പറഞ്ഞല്ലോ. EMSൻ്റെ ഓളയും കെട്ടുമെന്ന് പറഞ്ഞ് മുഗ്ധാക്ക് നടത്തിയില്ലേ ശരീരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ? ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. 87-ലെ വലിയ വിവാദമായ കാര്യമില്ലേ? എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ ആ നിലപാട് മുഴുവൻ ഉടനെ മതവുമായി കൂട്ടിക്കെട്ടരുത്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ആർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരാൾക്കും ഈ വർഗീയതയെപ്പറ്റി, ഏത് വർഗീയതയായാലും വർഗീയത തെറ്റാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയം വേണ്ട. വർഗീയത തെറ്റാണ്. ഞാൻ പിന്തുണയ്ക്കോ ഇല്ലെന്നല്ല, ഞാനൊരു നയം മാത്രമേ പറഞ്ഞുള്ളൂ. CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ ആവർത്തിച്ചത്. അല്ലാതെ വേറെ അതിനകത്ത് ട്വിസ്റ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇത് കാര്യമല്ല. അല്ല, ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വളരെ വിശദമായി നിങ്ങളുടെ സഹപ്രവർത്തകർ പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ വളരെ വിശദമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏത് വർഗീയതയായാലും തെറ്റാണ്. വർഗീയത എന്ന് പറയുന്നതിനെതിരെ പറയുമ്പം അത് മതവുമായി കൂട്ടിക്കെട്ടരുത്. മതത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എല്ലാവർക്കും ഏതെങ്കിലും മതത്തിൽ, ഏത് മതത്തിൻ്റെയും പ്രസംഗത്തിലോ വിശ്വാസത്തിലോ നമുക്ക് മറ്റേ മതം നശിക്കണമെന്ന്, മറ്റേ വിശ്വാസികൾ ഇല്ലാതാവണമെന്ന് പറയാറുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ. മതവിശ്വാസം ഏത് മതവിശ്വാസമാണെങ്കിലും. അപ്പോൾ അതിന് സാധാരണഗതി മതവിശ്വാസികൾ എല്ലാം, മതം പലതാണെങ്കിലും മനുഷ്യൻ നന്നാവുക എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഇന്ന ആളുകളെ ഇങ്ങനെ മാറ്റുക, അല്ലെങ്കിൽ അതിന് പിന്നെ വേറൊരു തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നതാണ് വർഗീയത എന്ന് പറയുന്നത്. ആ വർഗീയതയെ എതിർക്കണം. അതേതായാലും എതിർക്കണം. അതിനകത്ത് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത്, RSSനെ പറഞ്ഞാൽ ഞങ്ങൾ BJP വിമർശിച്ചാൽ ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള സംഘടനകളെ പറ്റി പറയുന്നതും ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി പറയുന്നതും. പക്ഷേ ഇവിടെ സമയത്തിന് മന്ത്രി ചർച്ച തുടങ്ങും. എനിക്കങ്ങനത്തെ
ഒരു ഭിന്നാഭിപ്രായമില്ല, ഒരു ഭിന്നാഭിപ്രായമില്ല. ഇല്ലല്ല, ഭിന്നാഭിപ്രായമൊന്നുമില്ല. ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ സർ എ കെ ബാലൻ തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ടി വി കണ്ടതാ, നിങ്ങളൊന്നും പറയുന്നത് അനുസരിച്ചിട്ടില്ല, പാർട്ടി തീരുമാനിച്ചാൽ പാർട്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ അഭിപ്രായം പറയും. പാർട്ടി എന്തെങ്കിലും പറയട്ടെ. പാർട്ടിക്കകത്ത് വ്യത്യസ്തമായി പറഞ്ഞില്ല. പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വളരെ വിശദമായി കാര്യം പറഞ്ഞതാണ്. അതിനകത്തെന്തോ ഇതിനകത്ത് ഞാനീ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും സമയത്ത് ഭിന്നാഭിപ്രായമുള്ള പ്രശ്നമാണോ? വർഗീയത എന്ന് പറഞ്ഞാൽ ഏത് വർഗീയതയായാലും തെറ്റാണ്, ജനങ്ങളെ വിഘടിപ്പിക്കുന്നതാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താ? എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം ഒരു കോസ്മോപൊളിറ്റൻ സ്റ്റേറ്റ് ആവണം, അല്ലെങ്കിൽ ആവുക എന്നുള്ളതാണ്. എല്ലാവർക്കും വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന, ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, യാത്ര ചെയ്യാൻ പറ്റുന്ന, പ്രാർത്ഥിക്കാൻ പറ്റുന്ന, പിന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. അവിടെ ആളുകളെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ, വർഗീയമായി വിഘടിപ്പിച്ചാൽ ആ സ്റ്റേറ്റ് എങ്ങനെ പോകും? എത്രയോ രാജ്യങ്ങളുടെ അനുഭവമുണ്ട്, നമുക്ക് സ്റ്റേറ്റുകളുടെ അനുഭവമുണ്ട് വർഗീയമായിട്ട് ആളുകളെ വിഘടിപ്പിക്കുന്ന. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ പോയിട്ട് പത്രപ്രവർത്തനം നടത്താൻ പറ്റുമോ? എത്ര പേര് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് പിന്നെ ചെറുതായിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്? അപ്പോൾ ആ കേരളത്തിൻ്റെ നന്മയെ നിങ്ങൾ കാണാതിരിക്കരുത്. എല്ലാവരുടെയും കൂടിയാണ് കേരളം. ആ കേരളത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് തെറ്റായ തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇന്റർപ്രറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു. ഈ SIT ആണല്ലോ അന്വേഷിക്കുന്നത്. ആദ്യമേ പറഞ്ഞു SITക്കാർ ശക്തരായിട്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ 1-2 ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഇവർ ചില വിമർശനം പറഞ്ഞു. കോടതി വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കോടതിയാണ് ഇത് നടത്തുന്നുള്ള എല്ലാവർക്കും അറിയാം, അല്ലാതെ വേറെ ആരും ഇടപെടുന്നതല്ല. ഇത് BJP പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്താ? സോണിയാഗാന്ധിയും പിന്നെ അതിനകത്ത് പിന്നെ പത്തനംതിട്ട MP-യുടെയാണെന്ന് തോന്നുന്നു, 2 പേരെ പറയുന്ന കേട്ടോ, BJPയുടെ പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും കൂടി ഇരുന്നിട്ട് പത്രസമ്മേളനം നടത്തി. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇവരാണ് സോണിയാഗാന്ധിയുടെ എല്ലാം കൂടെ നിൽക്കുന്നുണ്ടൊരു പടം ഉണ്ട്. SIT അത് അന്വേഷിക്കുന്നുണ്ടല്ലോ ഏത് കാര്യവും. അത് കഴിഞ്ഞ് പറയാം തന്ത്രി മാത്രം പോരാ, മുൻ മന്ത്രിമാരും. ഇതൊക്കെ രാഷ്ട്രീയമായിട്ടൊരു പ്രാസത്തിന് വേണ്ടി പറയാം. അന്വേഷിക്കുന്നവർ അന്വേഷിച്ചോട്ടെ, ആരെയും സംരക്ഷിക്കാൻ ആരെയും നിൽക്കുന്നോ? അതിനകത്ത് കൃത്യമായ നിലപാടുണ്ടല്ലോ. തെറ്റ് കാണിച്ചിട്ടുള്ള ഒരാളെയും സംരക്ഷിക്കേണ്ട കാര്യം ആർക്കുമില്ല. എന്തിനാ അതിൻ്റെ കാര്യത്തിനകത്ത് പിന്നെ ഇങ്ങനെ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അപ്പോൾ BJP പറയുന്നു അങ്ങോട്ട് വിട്, ഞങ്ങൾ അന്വേഷിക്കാം, ഞങ്ങൾ തന്നെ എടുക്കാമെന്ന്. ഇവിടെ കോൺഗ്രസ് പറയുന്നു ദാ ഇന്നയാളെ എടുക്കണം. അതൊന്നും അല്ല അന്വേഷണം. അതൊന്നും ഒരു ശരിയായ രീതിയില്ല. അപ്പം ഇക്കാര്യത്തിൽ തന്നെ ഈ പിന്നെ ഭരണപക്ഷം അല്ലാത്ത 2 പാർട്ടികളാണല്ലോ BJPയും കോൺഗ്രസും. ഈ 2 പേർക്കും വ്യത്യസ്ത അഭിപ്രായമാണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം നടക്കട്ടെ. അതിനെപ്പറ്റി അതിന് പിന്തുണയ്ക്കുമല്ലേ. പിന്നെ കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോലുള്ള കോടതികൾ ഉൾപ്പെടെ ഈ കാര്യമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതനുസരിച്ച് നോക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ച് ആ കാര്യം നടക്കേണ്ടതെന്ന് പറയുന്നതാണ് അതിനകത്ത് തെറ്റ്. എവിടെയാണ് ആർക്കാ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്? വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇന്നീ പറഞ്ഞ നേതാക്കന്മാർക്കാ. അതിനെപ്പറ്റിയൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു വാർത്ത അവിടെ ഇല്ല. അതൊക്കെ ഈ ഒരു ഗോസിപ്പ് അങ്ങനല്ല.